ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. നമ്മുടെ കേരള പോലീസ് ഉണ്ടല്ലോ, കേരള പോലീസിനോട് രണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കേരള പോലീസ്. അതായത് നിങ്ങൾക്ക് തരുന്ന സാലറി ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നികുതിയിൽ നിന്നാണ് നിങ്ങൾക്ക് സാലറി തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സത്യസന്ധമായിട്ടുള്ള പണിയെടുക്കണം. നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു പണിയാണ്, അല്ലാതെ നിങ്ങൾക്ക് ഇത് ജന്മനാ ഇവിടെ നെറ്റിയിൽ എഴുതി കിട്ടിയതല്ല പോലീസ്. നോക്കുക, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് വരികയാണ്. പാവപ്പെട്ട നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ എന്തൊക്കെ ശിക്ഷയാണ് പോലീസ് സ്റ്റേഷനിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ നമുക്ക് മേങ്ങിത്തരും. അതിനുശേഷം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മകനോ വേറെ ആരെങ്കിലോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഒരു കേസ് പോലും ചാർജ് ചെയ്യുന്നില്ല പോലീസ്. നമ്മുടെ കയ്യിൽ ഒരു ഹെൽമെറ്റോ നമ്മുടെ കയ്യിൽ ലൈസൻസ് എടുക്കാൻ മറന്നാലോ എന്തൊക്കെ കുറ്റങ്ങളാണ് നമുക്കെതിരെ ഉമ്മാർ ചുമത്തുന്നത്. ആദ്യം പറയുകയാണ്, നിങ്ങൾ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ നിങ്ങൾ കാണുക. മന്ത്രിയുടെ മക്കള്, പൈസ ഉള്ളവന്റെ മക്കള്, ഇതെന്താണ് നിങ്ങൾ? അപ്പൊ ഞാൻ ഏതായാലും കാര്യത്തിലേക്ക് വരാം. നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം ചെയ്യുമ്പോൾ പോലീസ് ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അടിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അടിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം പോലീസിന് നല്ല രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം. അപ്പൊ ഏതായാലും അടിക്കുന്ന ആ രംഗം ഞാൻ ആദ്യം ഇവിടെ വെച്ച് തരാം. ഓക്കെ, നോക്കുക, ഇത് കാണുന്ന പാവങ്ങളായ ഒന്നും അറിയാത്ത പ്രേക്ഷകർ എന്താണ് വിചാരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, രാഷ്ട്രീയപരമായിട്ടുള്ള സമരം ചെയ്യുമ്പോൾ പോലീസ് വന്ന് ഇടപെടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരാളിയായിട്ടുള്ള BJP കാരനുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റാണെന്ന് പറയുന്ന അയാളുടെ കോലം കത്തിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ്. അത് പോലീസിന് കുരുപൊട്ടുകയാണ്. എന്തിനാണ് നിങ്ങൾക്ക് കുരുപൊട്ടുന്നത് സാറന്മാരെ? അതായത് രാഷ്ട്രീയമല്ലേ, ഇവിടെ വികസനം വേണ്ടേ, തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ടേ? ഓക്കെ, ഞാൻ പറയുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇഷ്ടംപോലെ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു മറുപടിയും കൂടി കേട്ടു നോക്കാം നമുക്ക്. അപ്പൊ ഇവിടേക്ക് വരുന്നു. നമ്മുടെ ഉദ്ദേശം എന്താ? ഹെഡ് ഗേവാറിന്റെ കോലം കത്തിക്കുക. പോലീസ് എന്താ ചെയ്തത്? ആ കോലം അങ്ങ് പിടിച്ചു വാങ്ങിക്കുകയാണ്. പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ഇവിടുത്തെ കൗൺസിലറായ മൻസൂർ, അതുപോലെ തന്നെ സദാം, അതുപോലെ തന്നെ നിഖിൽ കണ്ണാടി അടക്കമുള്ള സഹപ്രവർത്തകരെ മർദ്ദിക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് സഹപ്രവർത്തകർ ഈ കോലം പിടിച്ചു വാങ്ങിച്ചപ്പോൾ ഗേറ്റിനകത്തേക്ക് കടന്നു. അപ്പം ഞാൻ സിയോട് സംസാരിച്ചു, ഞാൻ അകത്ത് പോയി മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരാം. ഞാൻ എന്തെങ്കിലും ഒരു സംഘർഷത്തിന് വന്ന ആളല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അകത്തേക്ക് പോയ എന്നെയും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും അകത്തേക്ക് പോകുന്നു. ആ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ പിടിച്ചു മാറ്റാൻ പോയ ജയഘോഷിനെ ക്രൂരമായി വലിച്ചഴച്ചുകൊണ്ട് വന്ന് വണ്ടിക്കകത്ത് വെക്കുകയാണ്. എന്താ ചെയ്ത തെറ്റ്? പോലീസിനോട് പറഞ്ഞ് പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ നേതൃത്വം നൽകിയ ഒരാളല്ലേ, അയാൾ അറസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കേരള പോലീസിന്, പ്രത്യേകിച്ച് പാലക്കാട്ടെ പോലീസിന് RSSനെ എന്തെങ്ങനെ പേടിക്കുന്നത്? ധൈര്യത്തോടെ നിൽക്കുന്നേ, നെഞ്ചു വിരിച്ച് നിൽക്കുന്ന RSSനെതിരായിട്ട് ഞങ്ങൾ പിന്തുണ കൊടുക്കാം, ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണ കൊടുക്കും. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ, എനിക്ക് വലിയ രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഏറ്റവും അധികം സമരം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിനെതിരായിട്ട് സ്ഥല MP VK ശ്രീകണ്ഠനെതിരായിട്ട് ഞാൻ അടക്കമുള്ള MLA അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന വേദിയിലേക്ക് യാതൊരു വിധമായ മുന്നറിയിപ്പും ഇല്ലാതെ ഒരു മന്ത്രി ഇരിക്കുന്ന വേദിയിലേക്ക് ചാടിക്കടന്നു വന്ന RSSകാരെ പോലീസിന് പ്രശ്നമല്ല. പോലീസുകാരോട് അപമര്യാദയായി പെരുമാറി RSSകാരെ പോലീസ് വിഷയമല്ല. വളരെ സമാധാനപൂർവ്വം RSSനെതിരെ സമരം ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രം, ഒരു RSS നേതാവിന്റെ കോലം കത്തിച്ചു എന്നതിന്റെ പേരിൽ മാത്രം കേരള പോലീസ് കൊള്ളുക. ഞാൻ ചോദിച്ചോട്ടെ, RSS നേതാവിനെ കോലം കത്തിക്കുമ്പോൾ കേരള പോലീസ് എന്താ ഇത്ര പൊള്ളല്? ആ പൊള്ളലുണ്ടെങ്കിൽ കേരള പോലീസ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അത് ആ കാക്കിക്ക് കാവിയുടെ നിറം ചേരുന്നത് കൊണ്ടാണ്. അത് വേണ്ട. കാക്കി വേറെയാണ്, കാവി വേറെയാണ്, രണ്ടക്ഷരത്തിന്റെ വ്യത്യാസം കാണത്തുള്ളൂ. പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകണം. ആ വ്യത്യാസം ഉണ്ടാകുന്നില്ല എങ്കിൽ ആ വ്യത്യാസം എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ഞാൻ നിയമം പാലിക്കുന്ന ഒരാളാണ്. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വരട്ടുകയാണ്, പോലീസ് ഉദ്യോഗസ്ഥർ വരട്ടുകയാണ്, അറസ്റ്റ് ചെയ്യുന്നു. ആരെയും പേടിപ്പിക്കുന്നത്? ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം 5 തവണ ജയിലിൽ എന്നെ ഈ സർക്കാർ ഇട്ടു. പേടിച്ചിട്ടില്ല. 5 തവണ എന്നെ ജയിലിലിട്ടു, ഒരു വർഷം മാത്രം. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ല, അങ്ങനെയൊന്നും പേടിക്കുന്ന പ്രസ്ഥാനമല്ല. ഞങ്ങൾ പറഞ്ഞെന്താ? ജയഘോഷ് നേതൃത്വം കൊടുത്ത ആളാണ്, പിടിച്ചു മാറ്റാൻ. അയാളെ കൊണ്ട് പോലീസ് ഇപ്പോൾ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞു. ഞങ്ങളത് പാലിച്ചു. അത് ഗുണ്ടായിസല്ല. പോലീസുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വാക്കിന്റെ പുറത്ത് സമരത്തെ നിയന്ത്രിക്കാൻ പോയ ആളെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അത്രേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഞങ്ങൾ പോലീസിനെതിരെ കൂടി സമരം ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല.
ഞങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ട്. ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റിയെ RSSന്റെ കാര്യാലയമാക്കുന്ന നോക്കുക, പിണറായി വിജയന്റെ പോലീസിനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെ പേടിക്കുന്നു? അതായത് പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള കേസിലാണോ നിങ്ങൾ പേടിക്കുന്നത്? അതുകൊണ്ടായിട്ടുണ്ടാവും ബി ജെ പി കാണിക്കുന്ന തെറ്റുണ്ടല്ലോ, അതിനെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലീസ് ഇടപെടുന്നത്. നോക്കുക, BJPയെ എതിർക്കുമ്പോൾ പോലീസിന് കുരുപൊട്ടാനുള്ള കാരണം അത് ഒരുപക്ഷെ പിണറായി വിജയൻ പറഞ്ഞു കൊടുത്തതായിട്ടുണ്ടാവും. കാരണം സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ ജനങ്ങൾ വിശ്വസിക്കും. ഇതെന്റെ അഭിപ്രായമല്ല. ഇത് കാണുന്ന ജനങ്ങള്, ചോറ് കഴിക്കുന്ന ജനങ്ങൾ ഇത് ഇങ്ങനെ തന്നെ വിശ്വസിക്കും. അതായത് ഇല്ലെങ്കിൽ പിണറായി വിജയൻ എന്താണ് പ്രശ്നം, പോലീസിന് എന്താണ് പ്രശ്നം? അതായത് നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം ചെയ്യുമ്പോൾ കുരുപൊട്ടുന്നത് പോലീസ് അവരുടെ പണിയെടുക്കുകയാണ്. പോലീസിന് മുകളിലുള്ള ആൾക്കാർ പറഞ്ഞാൽ അവർക്ക് പണിയെടുക്കണം, ഇല്ലെങ്കിൽ തൊപ്പി തെറുക്കും, അത് ഉറപ്പാണ്. പറയുന്നത് ആരാണ്? BJPയെ CPM രക്ഷിക്കാനുള്ള കാരണം ഒരൊറ്റ കാരണമാണ്, പിണറായി വിജയന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക മറ്റേ കേസിൽ നിന്ന്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, പോലീസുകാരാ, നിങ്ങൾക്ക് ഇത്തരത്തിൽ മുകളിൽ നിന്ന് പ്രഷർ വരുന്നുണ്ടെങ്കിൽ, അതായത് വലിയ CPMന്റെ ആൾക്കാർ നിങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വലിയൊരു വാർത്താ സമ്മേളനം വിളിക്കുക, അതിൽ ഓപ്പണായി പറയുക, ഞങ്ങളെ സത്യസന്ധമായി പണിയെടുക്കാൻ വിടുന്നില്ല, ഇവർ പറയുന്ന പോലെ ഞങ്ങൾക്ക് പണിയെടുക്കേണ്ടി വരുന്നുണ്ട്, നിങ്ങൾ പറയുക. ഇത് കേരളമാണ്. ഞങ്ങൾ എല്ലാവരും കൂടി, മാധ്യമവും അതായത് കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പണിയെടുക്കാതിരിക്കുക, സത്യസന്ധമായി പണിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.